നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൺസ്ട്രക്ടേഴ്സ് എന്താണെന്ന് കണ്ടു, ഡെഫിനിഷൻ ഓഫ് കൺസ്ട്രക്ടേഴ്സ് കണ്ടു, ദെൻ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജാവ കൺസ്ട്രക്ടർ ആൻഡ് ജാവ മെത്തേഡ് കണ്ടു. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് ആണ്. ഓക്കെ, ദർ ആർ ടു ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സ്. ദേ ആർ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആൻഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോഴത്തേ ഇറ്റ് ഹാസ് നോ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാതെ കൊടുക്കുന്ന കൺസ്ട്രക്ടേഴ്സിനാണ് ദ കൺസ്ട്രക്ടേഴ്സ് ദാറ്റ് ടേക്ക് നോ ആർഗ്യുമെൻറ്റ്സ്, അതിനെയാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. സോ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്തായിരിക്കും? ദാറ്റ് കൺസ്ട്രക്ടേഴ്സ് ദാറ്റ് ടേക്ക് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് ഇസ് നോൺ ആസ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടേഴ്സ്. ഓക്കെ, അപ്പം ഞാൻ ഈ രണ്ട് കൺസ്ട്രക്ടറും നമുക്ക് ഒരു ജാവ പ്രോഗ്രാം വെച്ച് എക്സാമ്പിൾ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഞാനൊരു ക്ലാസ് ഞാൻ ഡെമോ ഒന്ന് കൊടുത്തു. ഞാൻ ഡെമോ എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുവാണേ. ഞാൻ ഡെമോ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. അതിൻ്റെ ഡെമോ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. അതിൻ്റെ അകത്ത്, ഈ ക്ലാസ് ഡെമോയിൻ്റെ അകത്ത് ഞാനൊരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു മെത്തേഡ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇറ്റ് ഹാസ് ദ സെയിം നെയിം ആസ് ദ ക്ലാസ് നെയിം. അപ്പോൾ ഒരു മെത്തേഡാണെന്ന് പറഞ്ഞു. മെത്തേഡ് ആകുമ്പോഴത്തേക്കും എനിക്കറിയാം മെത്തേഡ് ഷുഡ് ബി റിട്ടൺ വിത്ത് പാരാന്തസിസ് ആണ് അല്ലേ. ബട്ട് ആ മെത്തേഡിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ ക്ലാസ് നെയിം ആയിരിക്കും. സോ ക്ലാസ് നെയിം എന്താണ് ഇവിടെ? ഡെമോ ക്ലാസ് നെയിമാണ്. അതൊരു മെത്തേഡാണ്. അതിന് റിട്ടേൺ ടൈപ്പ് പാടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല. ഇറ്റ് ഹാസ് ദ സെയിം നെയിം ആസ് എ ക്ലാസ് നെയിം. ദെൻ എന്താണ്? ഞാൻ അതിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഞാൻ അതിനെ ഡിഫൈൻ ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു: system.out.println ഓഫ് ഹലോ എന്ന് കൊടുത്തു. ഹലോ കൺസ്ട്രക്ടർ is called എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഹലോ കൺസ്ട്രക്ടർ ഇസ് കോൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഞാൻ ഡെമോ എന്ന് പറഞ്ഞ എൻ്റെ കൺസ്ട്രക്ടറാണ്. ഞാൻ അതിൻ്റെ അത് ജസ്റ്റ് ഡെഫിനേഷൻ അങ്ങ് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ വേറൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യുകയാണ്. വേറെ മെയിൻ ഫങ്ഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ക്ലാസ് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, വേറൊരു ക്ലാസ് ഞാൻ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ മെയിൻ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. പബ്ലിക് സ്റ്റാറ്റിക് void main string args അത് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണേ. ഓക്കെ, അത് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ രണ്ട് ക്ലാസ്സാണ്. മെയിൻ എന്ന് പറഞ്ഞൊരു ക്ലാസ്, ഡെമോ എന്ന് പറഞ്ഞാൽ വേറെ ക്ലാസ്സാണ്. അങ്ങനെ രണ്ട് ക്ലാസ് ഡിഫൈൻ ചെയ്യാണ്. അപ്പം ഞാൻ മെയിൻ്റെ അകത്ത് എനിക്ക് ഈ ക്ലാസ്സിൻ്റെ മെത്തേഡിനൊന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ദിസ് ക്ലാസ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. എന്താണ് അതിൻ്റെ സിൻടാക്സ്? ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം is equal to new ക്ലാസ് നെയിം. ഓക്കെ, ന്യൂ ക്ലാസ് നെയിം ഞാൻ കൊടുത്തു. അപ്പം നോർമലി നമ്മൾ നേരത്തെ കേസ് പഠിച്ചു. ഇപ്പോൾ ഒരു മെത്തേഡ്, വേറൊരു ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡിനെ നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു യൂസ് ദ ഡോട്ട് ഓപ്പറേറ്റർ അല്ലേ. എങ്ങനെയാണ്? ഒബ്ജക്റ്റ് നെയിം ഡോട്ട് മെത്തേഡ്. ഇവിടെ മെത്തേഡ് എന്താണ്? ഡെമോ. ഇങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു.
പക്ഷേ നമ്മുടെ കൺസ്ട്രക്ടർ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, കൺസ്ട്രക്ടർ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇതാ ഇയാളെ വിളിച്ചോളൂ. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് എക്സിക്യൂട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്കത് കറക്റ്റാണോ നോക്കാം. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം എങ്ങനെ റൺ ആവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഇതിനകത്ത് റൺ ചെയ്യുന്നു. ഔട്ട്പുട്ട് എന്തുവന്ന്, ഹലോ കൺസ്ട്രക്ടർ ഇസ് കോൾഡ്. ഇതാ, അപ്പം കണ്ടോ, ഇത് ഇത്രയും അങ്ങ് കോളായില്ലേ, ഇൻവോക്ക് ചെയ്തില്ലേ, ജസ്റ്റ് ഇത് മാത്രം കൊടുത്തപ്പോൾ. അപ്പോൾ ഒരു കൺസ്ട്രക്ടറിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നോർമൽ വേറൊരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്യാണ്. ഈ ഡെമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, കൺസ്ട്രക്ടറാണ്. ഇനി വേറൊരു മെത്തേഡ് ഞാൻ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യാണ്. വോയിഡ് ഗെറ്റ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, വോയിഡ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഡിഫൈൻ ചെയ്യാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഇത് എന്തെങ്കിലും ഞാൻ വേറൊന്ന് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുവാണേ. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ln ഓഫ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ln ഓഫ് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇൻസൈഡ് ദ ഗെറ്റ് ഫങ്ഷൻ, ഇൻസൈഡ് ദ ഗെറ്റ് ഫങ്ഷൻ അല്ലെങ്കിൽ ഗെറ്റ് മെത്തേഡ്. ഓക്കെ, ഇൻസൈഡ് ദ ഗെറ്റ് മെത്തേഡ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഔട്ട്പുട്ട് വരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യാൻ സംതിങ് ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇതിനൊന്ന് റൺ ചെയ്യട്ടോ. ഇതിനൊന്ന് റൺ ചെയ്താൽ എന്ത് സംഭവിക്കും, നേരത്തെ കിട്ടിയ ഔട്ട്പുട്ട് അതേപോലെ വരും. കാരണം എനിക്ക് ഈ ഒരു മെത്തേഡിനെ ആക്സസ് ചെയ്യണമെങ്കിൽ, ഇത് നോർമൽ മെത്തേഡാണ്, ഈ ഒരു മെത്തേഡിനെ എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡോട്ട് ഓപ്പറേറ്റർ തന്നെ വേണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് നെയിം, ഓക്കെ, ഒബ്ജക്റ്റ് നെയിം ഡോട്ട് മെത്തേഡ് നെയിം എന്ന് പറയുമ്പോൾ ഗെറ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഡെമോ OBJ ഈസ് ഈക്വൽ ടു ന്യൂ ഡെമോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നേരെ എന്താ സംഭവിക്കുന്നത്, നേരെ തന്നെ ഇവിടെ വരും അല്ലേ. ഇവിടെ വന്ന് എന്ത് പ്രിൻ്റ് ചെയ്യും, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ഹലോ കൺസ്ട്രക്ടർ ഇസ് കോൾഡ്, അത് പ്രിൻ്റ് ആവും. ഇനി അതിനുശേഷം എന്താണ് വരുന്നത്, OBJ ഡോട്ട് ഗെറ്റ് എന്ന് പറയുമ്പോൾ നേരെ കൺട്രോൾ എങ്ങോട്ടാണ് പോകുന്നത്, ഗെറ്റ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിലോട്ട് പോകും. അവിടെ എന്താ പറയുന്നത്, ഇൻസൈഡ് ദ ഗെറ്റ് മെത്തേഡ്. ഓക്കെ, സോ ഇത് റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്, ഫസ്റ്റ് ഹലോ കൺസ്ട്രക്ടർ ഇസ് കോൾഡ് എന്ന് വരും. കാരണം എന്താണ്, ഇത് വിളിക്കുമ്പം നേരെ ഡെമോ എന്ന് പറഞ്ഞാൽ ഇതാണ് പോകുന്നത്, ഇതാണ് വിളിക്കുന്നത്. അവിടെ എന്ത് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു, ഹലോ കൺസ്ട്രക്ടർ ഇസ് കോൾഡ്. അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്, OBJ ഡോട്ട് ഗെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നേരെ ഈ ഗെറ്റ് ഫംഗ്ഷനിലോട്ടാണ് പോകുന്നത് അല്ലേ, ഈ ഗെറ്റ് ഫംഗ്ഷനിലോട്ടാണ് പോകുന്നത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻസൈഡ് ദ ഗെറ്റ് മെത്തേഡ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് രണ്ടും വന്നു, ഹലോ കൺസ്ട്രക്ടേഴ്സ് കോൾഡ് എന്നും. കാരണം എന്താണ്, ഇതാണ് നമ്മൾ ആദ്യം വിളിക്കുമ്പോഴത്തേക്കും അത് പ്രിൻ്റ് ആവും. ഇനി രണ്ടാമത് എന്താണ്, OBJ ഡോട്ട് ഗെറ്റ് എന്ന് പറയുമ്പോൾ നേരെ കൺട്രോൾ ഇങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ എന്ത് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു, ഇൻസൈഡ് ദ ഗെറ്റ് മെത്തേഡ്. അപ്പോൾ ഇതാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടറിൻ്റെ എക്സാമ്പിൾ. ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, ഇല്ല. ഇതിനാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഓക്കെ.